ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാണീസ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് 1 കിലോ ചോക്കോ ട്രഫിൾ കേക്കാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ് ചോക്കോ ട്രഫിൾ കേക്ക്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് റാണീസ് കിച്ചൺ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിൻ്റെ കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. ചോക്കോ ട്രഫിൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് വയ്ക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1/4 കപ്പ് മാവ് അളന്നെടുക്കാം. മാവ് ഇളക്കുമ്പോൾ വേറൊരു കപ്പ് കൊണ്ട് കോരിയിട്ട് അളവ് കപ്പിലേക്ക് ഇട്ട് കൊടുത്ത് വേണം അളന്നെടുക്കാൻ. അതുപോലെ കപ്പിലിട്ടിട്ട് ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അങ്ങനെ മാത്രമേ മാവ് അളന്നെടുക്കാവൂ. എന്നാലേ കേക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതിപ്പോൾ 1 കപ്പ് ഇട്ടിട്ടുണ്ട്. 1/4 കപ്പ് കൂടെ ചേർത്ത് 1/4 കപ്പ് മാവിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/4 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. കൊക്കോ പൗഡറും അതുപോലെ തന്നെ അളന്നെടുക്കണം. ഡാർക്ക് കൊക്കോ പൗഡറാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. ഒരു നുള്ള് ഉപ്പ് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ച് വയ്ക്കാം. ഒരു 3 പ്രാവശ്യമെങ്കിലും ഇത് നന്നായിട്ട് അരിച്ച് വയ്ക്കണം. ഞാൻ കേക്കിൻ്റെ വീഡിയോയിലെല്ലാം പറയുന്ന പോലെ ഇതുപോലെ അരിച്ചെടുക്കുന്നത് ഒരിക്കലും ഒഴിവാക്കരുത്. 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുത്ത് മിക്സ് ചെയ്ത് വയ്ക്കണം. എന്നാലേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഞാനിപ്പോൾ 1 പ്രാവശ്യം അരിച്ചിട്ടുണ്ട്. ഇതുപോലെ 2 പ്രാവശ്യം കൂടി അരിച്ചെടുക്കാം. അരിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഞാനിപ്പോൾ മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാറ്റി വയ്ക്കാം. ഞാൻ മറ്റൊരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം മുട്ട മാത്രം കുറച്ച് സമയം ഒന്ന് ബീറ്റ് ചെയ്യാം. 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അത് ലോ സ്പീഡിൽ പിന്നെ സ്പീഡ് കൂട്ടിയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശായിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ല ലൈറ്റ് കളർ ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒരു 1/2 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് ലോ സ്പീഡിൽ 1/2 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് മാവിട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് കുറേശ്ശായിട്ട് ഇട്ടിട്ട് വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ. ഒരുമിച്ചിട്ട് ഫോൾഡ് ചെയ്ത് കുറേശ്ശായിട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. വളരെ സോഫ്റ്റായിട്ട് വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ. മാവ് മുഴുവൻ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 1/2 കപ്പ് പാലെടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് 1 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊക്കോ പൗഡറല്ല, കോഫി പൗഡർ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് പാലിൽ 1 ടീസ്പൂൺ കോഫി പൗഡർ മിക്സ് ചെയ്തതാണിത്. അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് വേണ്ടത്. എന്നാലേ അത് പാലിൽ നന്നായിട്ട് അലിഞ്ഞ് കിട്ടുള്ളൂ. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ട്രേയും ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം. ഞാൻ എല്ലാ കേക്ക് വീഡിയോയിലും പറയുന്നത് കൊണ്ടാണ് ഇതിൽ പറയാത്തത്. ആദ്യമേ തന്നെ കേക്ക് ട്രേ ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി വെക്കണം. അതുപോലെ നമ്മൾ ഏതിലാണോ കേക്ക് തയ്യാറാക്കുന്നത്, OTGയിലാണെങ്കിൽ OTG, അല്ലെങ്കിൽ കുക്കറിലാണെങ്കിൽ അത് ചൂടാക്കാനായിട്ട് വയ്ക്കാം. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിപ്പോൾ OTG പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ട്രേയിൽ ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസൊക്കെ പോകാനായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം OTGയിലേക്ക് വെച്ചിട്ട് 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് ഇളക്കുമ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ട് വരും. ഇത് നമ്മൾ കേക്ക് ഐസിങ് ചെയ്യുമ്പോൾ ചേർക്കാനായിട്ടാണ്. അതുകൊണ്ട് അല്പം കട്ടിയായിട്ടുള്ള ഗനാഷ് വേണം തയ്യാറാക്കാൻ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. ചിലയിടത്ത് ചോക്കോ ട്രഫിൾ കേക്കിന് ഇതുപോലെ വിപ്പിംഗ് ക്രീം ചേർക്കാറില്ല. ചോക്ലേറ്റ് ഗനാഷ് മാത്രമേ ചേർക്കാറുള്ളൂ. എന്നാൽ ഞാൻ പലർക്കും കൊടുത്തപ്പോൾ ഇതുപോലെ വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്തിട്ട്
ചെയ്യുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീമും കൂടെ ചേർക്കുന്നത്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഗണാഷ്, ചോക്ലേറ്റ് ഗണാഷ് കുറച്ചൊരു 4-5 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ ചോക്ലേറ്റിൻ്റെ എസൻസും കൂടെ ഒഴിക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചോക്ലേറ്റിൻ്റെ എസൻസും കൂടെ കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ കണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക്, നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കേക്ക് തണുത്ത ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ കേക്കിനെ 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. കേക്ക് ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കേക്ക് ബോർഡിലേക്ക് അല്പം വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മുകളിലത്തെ ലെയർ, ഏറ്റവും മുകളിലത്തെ ലെയർ വേണം കേക്കിൻ്റെ അടിഭാഗത്തായിട്ട് വയ്ക്കാനായിട്ട്. ആദ്യം മുകളിലത്തെ ലെയർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഷുഗർ സിറപ്പ് നന്നായിട്ട് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നത് 1.5 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് അലിയിച്ചെടുത്താൽ മാത്രം മതി. തിളച്ച വെള്ളം തന്നെ എടുക്കണം. നന്നായിട്ട് തണുത്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാലും മതി. നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ കേക്കിൽ നനച്ച് കൊടുക്കാവൂ. അതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മറ്റു കേക്കിലൊക്കെ ചെയ്യുന്ന പോലെ അതുപോലെ കട്ടിക്ക് വിപ്പിംഗ് ക്രീം വേണ്ട, കുറച്ച് മാത്രം മതി. അതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് ഗണാഷ് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. രണ്ടാമത്തെ ലെയർ വയ്ക്കാം. അതും ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത് കൊടുക്കാം. മൂന്ന് ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. മൂന്നാമത്തെ ലെയർ വയ്ക്കാം. കേക്കിൻ്റെ ഏറ്റവും അടിയിലുള്ള ഭാഗമാണ് നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ മുകളിലായിട്ട് വെക്കേണ്ടത്. അത് നന്നായിട്ട് നനച്ചു കൊടുക്കാം. വിപ്പിംഗ് ക്രീം വെച്ച് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. സൈഡിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. സ്ക്രാപ്പർ വെച്ച് സൈഡൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കേക്കൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ബാക്കി വന്ന ചോക്ലേറ്റ് ഗനാഷിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചൂടാക്കിയിട്ട് നന്നായിട്ട് തിളച്ച ശേഷം ചൂടോടുകൂടി ഈ ചോക്ലേറ്റിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാം. കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാനായിട്ട് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാം. ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കുന്നത് 1 കപ്പ് ചോക്ലേറ്റിന് 1 കപ്പ് വിപ്പിംഗ് ക്രീം, അതാണ് കണക്ക്. ഇതിപ്പോൾ ബാക്കി വന്ന ചോക്ലേറ്റ് ആയതുകൊണ്ടാണ് ഞാനിതുപോലെ ചെയ്തത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായ ശേഷം അരിച്ചെടുത്ത് വയ്ക്കാം. അല്പം പോലും തരിയൊന്നും ഇല്ലാതിരിക്കാനാണ് ഇതുപോലെ അരിച്ച് വയ്ക്കുന്നത്. ബട്ടർ ചേർക്കുമ്പോൾ ഇതിന് നല്ലൊരു ഗ്ലേസിങ് കിട്ടും. അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ വേണം ചേർക്കാൻ. നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറായിട്ടുണ്ട്. കേക്ക് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പുറത്തെടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. സൈഡിലൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് വരണം. നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ റോളും കുറച്ച് സൈഡിലൊക്കെ വെക്കാനായിട്ട്
ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് സൈഡിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. സൈഡിൽ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് മുകളിലായിട്ട് ഇതുപോലെ റോള് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കേക്ക് നന്നായിട്ടുള്ള ഭംഗിയുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.